നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. MP വീരേന്ദ്രകുമാർ അനുസ്മരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും വിളയാട്ടൂരിൽ സംഘടിപ്പിച്ചു. RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടിയ പതിറ്റാണ്ടുകൾക്ക് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്യാൻ കഴിഞ്ഞ ദീക്ഷണാശാലിയായ എഴുത്തുകാരനായിരുന്നു MP വീരേന്ദ്രകുമാർ എന്നും കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ടി വരുമെന്ന് അരനൂറ്റാണ്ട് മുമ്പ് പറഞ്ഞപ്പോൾ ജനം നെറ്റിച്ചുളിച്ചിരുന്നു. ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം പറഞ്ഞ നഗരങ്ങളിലെ ഓക്സിജൻ പാർലറുകളും യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. വിളയാട്ടൂർ MP വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണത്തിലും പ്രതിഭാസംഗമത്തിലും മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സോമൻ കടലൂർ. ഇതിന്റെ പ്രതിസന്ധി വന്ന സമയത്ത് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയാണ് ഒരുപാട് സമരം നയിച്ചാണ് വെള്ളം വേണ്ടതൊക്കെ. ആ വെള്ളം ചൂഷണം ചെയ്യാൻ ആളുകൾ വന്നിട്ട് കൊക്കക്കോള നേരത്തെ വിശദീകരിച്ചു. അപ്പൊ അവിടെ പോയി സമരം ചെയ്ത ആളാണ്, സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് MP വീരേന്ദ്രകുമാർ. അദ്ദേഹം വലിയ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ആശയം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഭീകരമായ MP വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാസംഗമവും RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതരായ പത്രപ്രവർത്തകർ, പണ്ഡിതരായ എഴുത്തുകാർ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ വീരേന്ദ്രകുമാറിന് പൊതുസമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എല്ലാം മനുഷ്യനെ സ്പർശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വാക്കുകളെല്ലാം മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അദ്ദേഹം എസ്റ്റേറ്റ് ഉടമയായിരിക്കുമ്പോഴാണ് എസ്റ്റേറ്റ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് മാർച്ച് നടത്തുന്നത്. ഉടച്ചുള്ളിൽ പറഞ്ഞു കുടിവെള്ളം ഇനി യുദ്ധം ഉണ്ടാവുമെങ്കിൽ അത് എൻ്റെ കാരണം കുടിവെള്ളമായിരിക്കും അദ്ദേഹം പ്രകടിച്ചത് എത്ര ശരിയാണ്. കഴിഞ്ഞ 6 മാസമൊക്കെയാണ് ചെന്നൈ ഹൈക്കോടതിയിൽ കേസ് നടന്നത്. ഒരു വീട്ടുടമ 1000 ലിറ്റർ വെള്ളം സംഭരിച്ചു വെച്ചു വീട്ടിൻ്റെ ടെറസിന് മുകളിൽ. കല്യാണത്തിന് കൂടി തിരിച്ചു വരുമ്പോഴത്തേക്ക് 800 ലിറ്റർ കാണാനില്ല. അപ്പോൾ ചെന്നൈ ഹൈക്കോടതിയിൽ കേസ് നടക്കണം, കളവ് കേസ്. അത് മാത്രമല്ല വെള്ളത്തിന് വേണ്ടിയുള്ള കേസ് സാധാരണ കോടതിയിൽ ഹൈക്കോടതിയിലാണ് കേസ് നടന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. പാലിനേക്കാളും വില വെള്ളത്തിനുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത് കുപ്പിയിലാക്കി വിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷ വരുന്നു. ഇദ്ദേഹത്തിന് തരക്കാൻ പറ്റി എന്ന് പരീക്ഷ വരുന്നു. ഈ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സാംസ്കാരിക വേദി പ്രസിഡന്റ് സുനിൽ ഓടിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. N ശ്രീധരൻ, KP മുരളീധരൻ, KP അബ്ദുൽ സലാം, ശിവദാസ് ശിവപുരി, AM കുഞ്ഞികൃഷ്ണൻ, സുരേഷ് ഓടയിൽ എന്നിവർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ ന്യൂസ്, പേരാമ്പ്ര.